കിലോമീറ്റർ ഇപ്പോൾ എത്രയായിട്ടുണ്ട്? 97-8 അത്രയുണ്ട് അല്ലേ? ആ കിലോമീറ്റർ ജെന്യുവിൻ ആണ് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുന്ന സമയത്ത് 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു. അന്ന് സിംഗിൾ ഓണർ ആയിരുന്നു. നമ്മൾ സെക്കൻഡ് ഓണർ അല്ലേ ഇപ്പോൾ ഇത്? നമുക്ക് എന്താ വില? റേറ്റ് നമുക്ക് 2,35,000 കൊടുക്കാം. 2,35,000 2,35,000 രൂപയ്ക്ക് ഇതാ ഈ സാധനം നിങ്ങൾക്ക് 2012 വണ്ടി എടുത്തുകൊണ്ട് പോകാം. ഒരു 1.5 കാര്യത്തിൽ ലോണും കയറില്ലേ? ലോൺ കയറും അല്ലേ? 11 സിംഗിൾ ഓണറോ? 11 സിംഗിൾ ഓണർ. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. കാരണം 90,000 എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റ കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയായിരുന്നു. ഇപ്പൊ നമ്മളെ പേരിലേക്ക് മാറിയിട്ടുണ്ട് അല്ലേ? ഇത് നമുക്ക് 55 രൂപ കൊടുക്കാം. 5 വെറും 55,000 രൂപയ്ക്ക് നമുക്ക് ഞാൻ എടുത്തോളൂ. 2013 മോഡലാണ്. അത്യാവശ്യം വൃത്തിയുള്ള ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. അതൊക്കെ വേണം നോക്കിക്കോളൂ. ആയിട്ട് 2016 മോഡൽ ഗ്രാൻഡ് ആയിട്ട് 16 പെട്രോൾ അല്ലേ? പെട്രോൾ. കിലോമീറ്ററോ? സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു 65,000 കിലോമീറ്റർ ഓടിയ വാഹനം. വെറും 65 ഓടിയിട്ടു അല്ലേ? വില നമുക്ക് 2,30,000 രൂപ കൊടുക്കാം. 2,30,000 കൊടുക്കാം. അതിൽ നമുക്ക് ലോൺ ചെയ്തെടുക്കാം. ഒരു 1.5 റേഞ്ച് ഒക്കെ ലോൺ ചെയ്യാം അല്ലേ? അത്യാവശ്യം വിലയൊക്കെ കുറച്ചിട്ട് ഈ ഒരു ഷോറൂമിലെ വീഡിയോ നമ്മൾ എപ്പോൾ കാണിക്കുകയാണെങ്കിൽ ഒരുപാടധികം ആൾക്കാർ ഇവിടുന്ന് വണ്ടി എടുക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, പഴയ വണ്ടികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് സ്വാഭാവികവും മറ്റെവിടെ കിട്ടുന്നതിനേക്കാളും വില കുറച്ചിട്ടാണ് നിലവിൽ ഇന്നിവിടെ വാഹനങ്ങളൊക്കെ നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ളത്. നമ്മുടെ സ്വന്തം ഷോറൂമാണ്. ക്ലബ്സി ഓട്ടോമോട്ടീവ് ആണ്. കോഴിക്കോട് ജില്ലയിൽ വെള്ളിപ്പറമ്പ് സ്ഥിതി ചെയ്യുന്ന ക്ലബ്സി ഓട്ടോമോട്ടീവ് ആണ്. അതായത് മാവൂർ റോഡിലാണ് വെള്ളിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലം. നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തൊക്കെ കുറച്ച് ദൂരമുള്ളൂ. ഇതിനോട് ചേർന്ന് തന്നെ ഒരു മീഡിയ വണ്ടി ഓഫീസ് ഉണ്ട്. ജസ്റ്റ് ലൊക്കേഷൻ ഇട്ടാൽ നിങ്ങൾക്ക് ഇവിടെ എത്തിപ്പെടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഒക്കെ കുറച്ച് പഴയ വണ്ടികളാണ്. എങ്കിൽ പോലും നിങ്ങൾക്ക് ഈ പഴയ വണ്ടികൾ കിട്ടുന്ന ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ, അതിനേക്കാളൊക്കെ വില കുറച്ചിട്ടേ കിട്ടുള്ളൂ. മാത്രമല്ല തരുന്ന വണ്ടികളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ്. പിന്നെ വാറണ്ടി വേണമെങ്കിൽ വാറണ്ടിയും ചെയ്ത് തരും കേട്ടോ. ഇപ്പോൾ ഈ 18 മോഡൽ വണ്ടികളൊക്കെ നിങ്ങൾക്ക് വാറണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാറണ്ടി ചെയ്തു തരും. അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ നല്ല വണ്ടികൾ വില കുറച്ചിട്ട് അത്യാവശ്യം എന്താ പറയുക, മാർക്കറ്റ് പ്രൈസിനേക്കാളൊക്കെ വില കുറച്ചിട്ട് നിങ്ങൾക്ക് തരുന്ന വണ്ടികളാണ് ഇവിടെ കിടക്കുന്ന എല്ലാം തന്നെ. ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തോളാം. ബ്രോൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതായത് നമ്മുടെ ക്ലബ്സി ഓട്ടോമോട്ടീവ് ഈ ഒരു എപ്പിസോഡിൽ കിടിലം വണ്ടികൾ മാക്സിമം വില കുറച്ചിട്ട് ചെറുവണ്ടികളല്ലേ? എല്ലാം ചെറുവണ്ടികളല്ലേ ഇപ്രാവശ്യം? മാക്സിമം വില കുറച്ച് കൊടുക്കണോ? നമ്മൾ പിന്നെ എപ്പോഴും വീഡിയോ കാണിച്ചാലും മാക്സിമം വില കുറച്ച് കാണിക്കാറുള്ളൂ അല്ലേ? അപ്പോൾ എന്തായാലും ആദ്യത്തെ വണ്ടി തന്നെ നല്ല അടിപൊളി ഒരു മൈക്രോ കാണിച്ചു തരാം. നമുക്ക് വരുന്ന ഡീസൽ മൈക്രയാണ്. മോഡൽ ഏതാ? 2013 മോഡൽ, 14 രജിസ്ട്രേഷൻ. 13 അല്ലേ? അതായത് ഈ സ്നൂ ഷേപ്പ് വന്ന ഫസ്റ്റ് വണ്ടി കേട്ടോ. പിന്നെ എക്സൽ അല്ലേ? എക്സൽ ആണ്. വേറെ അപകടം എന്തെങ്കിലും ഉണ്ടോ? അപകടം കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്ററോ? ആകെ 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് ജെനുവിനാ? ജെനുവിൻ കിലോമീറ്റർ. ഉറപ്പ് പറയാൻ പറ്റുമോ? കാരണം 90,000 എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റ കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർ വണ്ടിയായിരുന്നു. ഇപ്പൊ നമ്മളെ പേരിലേക്ക് മാറിയിട്ടുണ്ട് അല്ലേ? ശരി, ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് നമുക്ക് 2,70,000 രൂപ കൊടുക്കും. 2,70,000 ഡീസൽ മൈക്ര. അത് 2013-14 മോഡൽ അല്ലേ? അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീസൽ മൈലേജ് ഒരു 18-20-25 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. അടിപൊളി, മോശമൊന്നുമില്ല. അത് നിങ്ങൾക്ക് വേണം. ലോൺ കയറുമോ ബ്രോ? ലോൺ കയറുമോ? ലോൺ എത്ര കയറും? ഒരു 2 lakhs എന്തായാലും കിട്ടും അല്ലേ? വരുന്ന ആൾക്കാരുടെ പ്രൊഫൈൽ അനുസരിച്ച് അല്ലേ? അതുപോലെ തന്നെ ഇതാണെങ്കിലോ അടുത്ത് നമുക്ക് വളരെ ലോ ബഡ്ജറ്റ് നാനോ ആണ്. 2013 മോഡൽ. നമ്മൾ ഒരു വണ്ടിയിൽ ഇന്റീരിയർ ഒന്നും കാണിക്കില്ല. അപ്പൊ ബ്രോ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. കാറ്റലോഗിലുണ്ട്. ലിങ്ക് വെച്ചേക്കാം അല്ലേ? 2013 മോഡൽ സിംഗിൾ ഓണർ നാനോ. 13 സിംഗിൾ ഓണർ അല്ലേ? ഇത് AC പവർ ഷെയറിംഗ് ഒക്കെ ഉണ്ടോ? AC പവർ ഷെയറിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്താ വില? ഇത് നമുക്ക് 55 രൂപ കൊടുക്കാം. 5 വെറും 55,000 രൂപയ്ക്ക് നമുക്ക് ഞാൻ എടുത്തോളൂ. 2013 മോഡലാണ്. അത്യാവശ്യം വൃത്തിയുള്ള ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. അതൊക്കെ വേണം നോക്കിക്കോളൂ. വെറും 55,000 രൂപയാണ് തരുന്നത്. അതുപോലെ തന്നെ ഇതാണെങ്കിലോ എസ്റ്റിലോ? അത് നമുക്ക് പുതിയ പേപ്പർ എടുത്ത എസ്റ്റിലോ 2011 മോഡൽ 31 വരെ പേപ്പറിലുണ്ട്. 11-31 വരെ പേപ്പർ. സെക്കൻഡ് ഓണർഷിപ്പിൽ 1 lakh അബോ കുറച്ച് എന്തോ കൂടുതൽ ഓടിയിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടി ഒരു 1.5 ലക്ഷം രൂപ കൊടുക്കാം. 1.5 ലക്ഷം രൂപ കൊടുക്കാം അല്ലേ? അതായത് ഇപ്പൊ 5 വർഷത്തെ പേപ്പർ ഉൾപ്പെടെ. 5 വർഷത്തെ പേപ്പർ ഉൾപ്പെടെ. മോശമൊന്നുമില്ല. വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ്. റെഡ് കളറാണ്. എന്താ പറയുക, ആർക്കാലും ഇഷ്ടപ്പെടുന്നത്. VLX ആണോ VX ആണോ? ഇത് VX ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഫോട്ടോ വിൻഡോയും വരും. ഫോട്ടോ പവർ വിൻഡോ വരും. മിറർ അഡ്ജസ്റ്റ്മെന്റ് വരും. എല്ലാം വരും. ഓക്കെ. 1.5 ലക്ഷം രൂപയ്ക്ക് അല്ലേ? 1.5 ലക്ഷം രൂപ. അതുപോലെ തന്നെ ഇതാണ് റിറ്റ്സോ. ഇതും പുതിയ പേപ്പർ എടുത്ത റിറ്റ്സ്. മോഡൽ ഏതാ? 2011 മോഡൽ. 11 ഡീസലോ പെട്രോളോ? ഇത് പെട്രോൾ VX അല്ലേ? ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. 1 ലിറ്റർ ആണോ? 1 ലിറ്റർ K series എഞ്ചിൻ വരുന്നത് അല്ലേ? ഓക്കെ, മോശമൊന്നുമില്ല. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. വേറെ അപകടങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഒന്നുമില്ല. കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ 87,000 കിലോമീറ്റർ. ജെനുവിൻ ആയിരിക്കും അല്ലേ? ഓക്കെ, എന്താ വില? ഇത് നമുക്ക് 1,90,000 രൂപ കൊടുക്കും. 1.90 2011 വണ്ടി അല്ലേ? പേപ്പർ 31 വരെ പേപ്പർ. അതായത് 5 വർഷത്തെ പേപ്പർ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് തരുന്നത്. അതുപോലെ തന്നെ വെൻഡോ ഉണ്ടല്ലോ. വെൻഡോ സോൾഡ് ആയതാ. ഓക്കെ, എന്നാ പിന്നെ ഇത് പറ. ഐറ്റൻ 2016 മോഡൽ ഗ്രാൻഡ് ആയിട്ട്. 16 ഗ്രാൻഡ് ഐറ്റൻ. 16 പെട്രോൾ അല്ലേ? പെട്രോൾ. കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു 65,000 കിലോമീറ്റർ ഓടിയ വാഹനം. വെറും 65 ഓടിയിട്ടു അല്ലേ? ഓക്കെ, എന്താ വില വരുന്നത്? നമുക്ക് 3.35 കൊടുക്കാം. 3.35 2016 വണ്ടി. അതും സ്പോർട്സ് അല്ലേ? നെഗോഷ്യബിൾ അല്ലേ ബ്രോ? ചെറിയ രീതിക്ക് ഈ പറഞ്ഞ വിലകളൊക്കെ ചെറിയ രീതിക്ക് നെഗോഷ്യബിൾ ആവില്ലേ? അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് ഓട്ടോമാറ്റിക് സെലേറിയോ ഓട്ടോമാറ്റിക് മോഡലോ? 2018 മോഡൽ. 18 ആണ്. നല്ല വൃത്തിയുള്ള വണ്ടി. 18 മോഡൽ സിംഗിൾ ഓണറിൽ ആകെ 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വാഹനം. ആകെ 62 ഓടിയിട്ടുള്ളൂ. അതെ. അടിപൊളി.
വണ്ടി നല്ല വൃത്തിയുണ്ട് അല്ലേ? നല്ല വൃത്തിയിലാണ്. VXi അല്ലേ ഇത്? VXi എല്ലാവിധ ഫീച്ചേഴ്സും വരും. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 4,15,000 രൂപ കൊടുക്കാം. 4,15. അതെ, നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കാരണം ഈ ഒരു സാധനം എന്താ പറയാ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ആ ഒരു വില വരുമല്ലേ? സിംഗിൾ ഓണറും കൂടെ ആണല്ലോ. വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ്, മൈലേജ് കിട്ടും, ഓട്ടോമാറ്റിക് സ്ത്രീകൾക്കൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണോ? അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് നമുക്ക് 2012 മോഡൽ ഡീസൽ പോളോ. 12 ഡീസൽ. അതെ, മോശമൊന്നുമില്ല അല്ല വണ്ടി. 12 ഡീസൽ എന്ന് പറയുമ്പോൾ കിലോമീറ്റർ ഒക്കെയോ? കിലോമീറ്റർ ആകെ 1,20,000 ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ? അതെ, ജെനുവിൻ കിലോമീറ്റർ. അടിപൊളി. 1.25 മാത്രമേ ഓടിയിട്ടുള്ളൂ. വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ്, വേറെ അപാകതകളൊന്നും തന്നെ പറയാനില്ല. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആയിരിക്കും. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർ ആയിരിക്കും. വിലയോ? വില നമുക്ക് 2,30,000 രൂപ കൊടുക്കാം. 2,30,000 കൊടുക്കാം. അതിൽ നമുക്ക് ലോൺ ചെയ്തെടുക്കാം, ഒരു 1.5 റേഞ്ച് ഒക്കെ ലോൺ ചെയ്യാം അല്ലേ? 12 മോഡലാണെങ്കിലും ലോൺ കിട്ടും. മാക്സിമം ലോൺ എടുക്കാതിരിക്കുക പഴയ വണ്ടിക്കൊക്കെ അല്ലേ? പിന്നെ അപാകത ഒന്നും ഇല്ലെന്ന് ഉറപ്പല്ലേ? ഇഞ്ചക്ടർ കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. അടിപൊളി. അപ്പൊ ചെക്ക് ചെയ്ത് നോക്കാം, അവർക്ക് എവിടെയും കൊണ്ട് ചെക്ക് ചെയ്യണമെങ്കിൽ മെക്കാനിക്കലായിട്ട് വരെ എന്തുവേണം ചെയ്യാം, എങ്ങനെയാണ് ചെക്ക് ചെയ്യാം അല്ലേ? അടിപൊളി. അപ്പൊ എന്തായാലും ഇത്രയും വണ്ടികൾ ഇപ്പൊ കാണിച്ചു. ഇനി വേറെ കുറച്ചും കൂടി അതും കൂടി കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു അൾട്ടോയും കൂടി കാണിച്ചു തരാം. ഇതേതാ മോഡൽ ബ്രോ? 2023 മോഡലും ആൾട്ടോ. 23 ആണ്. അതെ അതെ. 23 കിലോമീറ്റർ ഒക്കെയോ? 23 37,000 കിലോമീറ്റർ. വൃത്തിയുള്ള ഒരു വണ്ടിയാ അല്ലേ? 23 മൂന്നാം മാസം ഇറങ്ങിയ വണ്ടിയാണ്. എന്തെങ്കിലും അപാകത ഉണ്ടോ? ഒന്നുമില്ല. ക്വാളിറ്റി ഉണ്ട്. എന്താ വില? 3,55,000 കൊടുക്കാം. 3,55 23 വണ്ടി. 3,55 കൊടുക്കാം. റീപ്ലേസ് ചെയ്യാൻ ഉറപ്പല്ലേ? ഒന്നുമില്ല. അടിപൊളി. അത് മോശം ഡിമാൻഡുള്ള വണ്ടിയാണ് ഈ ആൾട്ടോ 2023. അത് മാത്രമല്ല നല്ല പ്രൈസും ആണ് അല്ലേ? ഒട്ടും കൂടുതലല്ല. 3,55,000 രൂപയ്ക്ക് 2023 വണ്ടി എടുക്കാം. അതുപോലെ തന്നെ ഈ ഇൻഡിക്ക ആണെങ്കിലോ? ഇൻഡിക്ക ഡീസൽ വിസ്റ്റ കോട്രാജെറ്റ്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. കുറെ കാലം ഞാൻ ഉപയോഗിച്ച വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഈ വണ്ടിക്ക് യാതൊരു പ്രശ്നങ്ങളും നിലവിലില്ല. നമ്മൾ പിന്നെ വണ്ടി മാറിയപ്പോൾ അങ്ങ് ഒഴിവാക്കിയിട്ടാണല്ലേ? ഇത് പേപ്പർ എടുത്തല്ലോ അല്ലേ? പേപ്പർ എടുത്ത് 2033 വരെ പേപ്പർ ഉണ്ട്. 33 വരെ പേപ്പർ ഉണ്ട്. 2010 മോഡൽ. ഇത് 10 മോഡൽ. കിലോമീറ്റർ ഇപ്പൊ എത്ര ആയിട്ടുണ്ട്? 97 അങ്ങനെ അത്ര ഉണ്ട് അല്ലേ? ആ കിലോമീറ്റർ ജെനുവിൻ ആട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുന്ന സമയത്ത് 50,000 കിലോമീറ്റർ ഓടി ഉണ്ടായിരുന്നുള്ളൂ. അന്ന് സിംഗിൾ ഓണർ ആയിരുന്നു. നമ്മൾ സെക്കൻഡ് ഓണർ അല്ലേ ഇപ്പൊ ഇത്? നിലവിൽ മഞ്ചേട്ടനാവുന്നല്ലേ സെക്കൻഡ് ഓണർ? മോശമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും 40,000 കിലോമീറ്റർ അടുത്ത് ഞാൻ ഓടിച്ച വണ്ടിയാണ്. വേറെ അപാകതകളൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ എന്താ വില വയ്ക്കുന്നത്? നമുക്ക് പുതിയ പേപ്പർ എടുത്തു 30 വരെ പേപ്പർ ഉണ്ട്. നമുക്ക് ഒരു 1,30 കൊടുക്കാം. 1,30 കൊടുക്കാം. ഓക്കെ. ഈ സാധനം ഒന്നും ഇപ്പോൾ ഈ വൃത്തിയുള്ള വണ്ടി നിങ്ങൾക്ക് കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒരു സാധനവും റീപ്ലേസ്മെൻറ്റ് ഇല്ല എന്നുള്ള ഒരു ഉറപ്പാണ്. ബോഡിയൊക്കെ ഉണ്ടോ? അത്യാവശ്യം നല്ല ക്ലീൻ ആണ് കേട്ടോ. പിന്നെ തട്ടുമുട്ട് കാര്യങ്ങളൊന്നും സംഭവിക്കാത്തൊരു വണ്ടിയും കൂടിയാണ് കേട്ടോ. ഇന്ത്യക്കൊക്കെ ഇത്ര വൃത്തിയുള്ള വണ്ടികൾ കിട്ടൽ സാധ്യത കുറവാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അല്ലേ? എങ്ങനെ അല്ല ഇത്രയും വൃത്തിയുള്ള വണ്ടികൾ കിട്ടൂല. 1,30 അല്ലേ? ഡീസൽ നല്ല മൈലേജ് ഉള്ള വണ്ടി കേട്ടോ. ഇതാണെങ്കിലോ? അതൊരു ഡീസൽ i20. ഡീസൽ i20 ആണ്. അതെ. മോഡലോ? മോഡൽ 2012 മോഡൽ. 12 ആണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. 12 ഇതിന്റെ ഹെഡ്ലൈറ്റ് ഒന്ന് പോളിഷ് ചെയ്യാണ്ട്. ഹെഡ്ലൈറ്റ് പോളിഷ് ചെയ്യാനുണ്ട്. വേറെ മേജർ പ്രശ്നമൊന്നുമില്ല. ചെറിയൊരു ക്രാക്ക് ഉണ്ട് മെയിൻ ഗ്ലാസ്. മാറിയിട്ടില്ല. അത് നമ്മൾ മാറേണ്ട വെച്ചത് റീപ്ലേസ് എന്താ അറിയാൻ വേണ്ടിട്ട്. ശരി. ഇത് നമുക്കിപ്പോ എന്ത് വില? കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1,20,000. 12 അല്ലേ പറഞ്ഞേ? 12 മോഡൽ. 12 അപേക്ഷിച്ച് കിലോമീറ്റർ വലിയ കൂടുതലൊന്നും അല്ല അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. ഇത് നമുക്ക് എന്താ വില? റേറ്റ് നമുക്ക് 2,30,000 കൊടുക്കാം. 2,35. 2,30,000 രൂപയ്ക്ക് ഇതാ ഈ സാധനം നിങ്ങൾക്ക് 2012 വണ്ടി എടുത്തുകൊണ്ട് പോകാം. ഒരു 1.5 കാര്യത്തിൽ ലോണും കയറില്ലേ? ലോൺ കയറും അല്ലേ? എന്നാലും നോക്കിക്കോ, വൃത്തിയുള്ള വണ്ടിയാണ്. 2,30,000 രൂപയ്ക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോ. അതുപോലെ തന്നെ പുറകിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഇയോൺ ഉണ്ട്. ഇവിടെ ഇത് സിവിക്കിലെ അത്യാവശ്യം പണിത വണ്ടിയാണ്. നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മോഡലും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. കാരണം വെറുതെ പണ്ട് കാര്യമില്ല അല്ലേ? മഞ്ചേട്ടൻ പണിത വണ്ടിയാണ്. ഓക്കെ. ഇനി ഇതാണെങ്കിലോ? ഇയോണ് 2011 ഇയോൺ. 11 ആണ്. 11 കിലോമീറ്റർ ഒക്കെയോ? കിലോമീറ്റർ ഏകദേശം 1 lakh റേഞ്ച് ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്, അതിന്റെ ഹൈലൈറ്റ്. സിംഗിൾ ഓണർ ആണ്. 11 സിംഗിൾ ഓണർ. 11 സിംഗിൾ ഓണർ. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. മെയിൻ ക്ലാസ്സിൽ മറ്റേ വണ്ടി പോലെ ചെറിയൊരു ക്രാക്ക് ഉണ്ട്. മാറിയിട്ടില്ല. 11 ക്ലാസ് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി തരുകയും ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് എന്താ നമുക്ക് ലാസ്റ്റ് നെറ്റ് റേറ്റ് ആയിട്ട് ഇതേ കണ്ടീഷനിൽ 1,10 കൊടുക്കാം. 1,10 കൊടുക്കാം. നെറ്റ് റേറ്റ് ആണ് അല്ലേ? നെറ്റ് റേറ്റ് ആണ്. അതായത് ഇതൊന്നുമില്ല, ഈ കണ്ടീഷനിൽ നിങ്ങൾക്ക് തരും 1,10,000 രൂപയ്ക്ക്. 4 പുതിയ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ വർക്കും കാര്യങ്ങളൊന്നും എടുക്കാനൊന്നുമില്ല. ഈ ഒരു ക്രാക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ റേറ്റിന് കൊടുക്കാം. അതാണ്. അടുത്തത് ഇതാ ഒരു ടവേര. ഏതാ മോഡല്? ഇത് 2005 മോഡൽ ടവേര. 2005 അല്ലേ? പുതിയ പേപ്പർ എടുത്ത വണ്ടി. പേപ്പർ എടുത്തു. അപ്പൊ എനിക്ക് തോന്നുന്നു 2030 വരെ പേപ്പർ ഉണ്ടാവും അല്ലേ? പേപ്പർ ഉണ്ട്. മോശമൊന്നുമില്ല. ടയർ ഭാഗങ്ങൾക്ക് അത്യാവശ്യം ആവറേജ് ഉണ്ട്. എന്താണ് സ്മഗ്ലറിന്റെ റേറ്റ്? നമുക്ക് 1,50,000 രൂപ കൊടുക്കാം. 1,55. ഇത് ഇപ്പൊ ടാക്സി ഒക്കെ ആക്കാൻ പറ്റുമോ? കുറവല്ലേ? ലോണൊന്നും കയറില്ല എന്നുള്ള ഒരു ഉറപ്പാണ്. കാരണം 2005 ആയതുകൊണ്ട്. പിന്നെ ടാക്സിന്റെ കേസൊക്കെ നിങ്ങൾ വന്ന് നോക്കിയിട്ട് ചെയ്തോളൂ കേട്ടോ. വില എത്ര പറഞ്ഞേ? വില 1,50,000. 1,55. എന്തെങ്കിലും നെഗോഷ്യബിൾ ആവൂലേ? ചെറിയ രീതിക്ക് ഓക്കെ. അപ്പൊ എന്തായാലും ഇതൊക്കെ എക്സ്ചേഞ്ച് വരുന്ന വണ്ടികളാട്ടോ, അങ്ങനെയാണ് എടുക്കുന്നത്.
പിന്നെ ആ ഭാഗത്തൊക്കെ വേറെ റണ്ണിങ് കണ്ടീഷൻ അല്ല വണ്ടി? റണ്ണിങ് കണ്ടീഷനാണ്, പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഒരു ഇല്ല. കുഴപ്പമില്ല. AC ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പ്രശ്നമൊന്നുമില്ല. വണ്ടി നീറ്റാ അല്ലേ? വണ്ടി നീറ്റാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ആൾക്കാർ വേണേൽ നോക്കിക്കോളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ കുറേ വണ്ടികൾ കാണിച്ചു തന്നു. ഈ കിടക്കുന്ന വണ്ടികളൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം എടുത്തുകൊണ്ട് പോയാൽ വലിയ പണിയൊന്നും കിട്ടാണ്ട് വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടികളാണ്. പിന്നെ അപാകതകളൊന്നും തന്നെ ഇല്ലാത്ത വണ്ടികളും കൂടിയാണ് കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് മോഡൽ കൂടിയ വാഹനങ്ങൾക്ക് കസ്റ്റമർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വാറണ്ടി ചെയ്ത് കൊടുക്കാം. ചെറിയൊരു എക്സ്ട്രാ പേയ്മെന്റ് വരും. എനിക്ക് ഒരു 18 ശേഷമുള്ള വണ്ടിയൊക്കെ ആയിരിക്കും അല്ലേ? ഒരു 16-17 മോഡൽ വണ്ടികൾക്ക് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ വാറണ്ടി ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതായത് ഈ വാറണ്ടിന്റെ കേസ് പറയുമ്പോൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അല്ലേ? അഡീഷണൽ ആയിട്ട് ചെറിയൊരു പേയ്മെന്റ് ഉണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് അവർക്ക് പേയ്മെന്റ് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാ ഈ 18 വണ്ടിയും ഈ 16 വണ്ടിയൊക്കെ പറ്റും കേട്ടോ. പിന്നെ വണ്ടികളുടെ കേസിൽ ഒരു അപാകതയില്ലാന്ന് ഉറപ്പില്ല. എന്തെങ്കിലും നമ്മൾ പറയാം, ക്രാക്ക് ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ, അപകടങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പറയും. പിന്നെ അവർക്ക് മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാം, ഷോറൂം കൊണ്ട് ചെക്ക് ചെയ്യാം, എന്ത് സൗകര്യം വേണേലും ഉണ്ട് അല്ലേ? കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എന്നാലും ഇൻഡിക്കൊക്കെ നോക്കിയിട്ട് ഇത് നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു തരാൻ പറ്റും. കാരണം നമ്മൾ ഉപയോഗിച്ച വണ്ടിയാണ്, അവിടെ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള ഒരു ഉറപ്പാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണം നോക്കി, ഇത്ര വൃത്തിയുള്ള വണ്ടികൾ വേറെ കിട്ടില്ല. അതേപോലെ തന്നെ ഈ കാണിച്ച വണ്ടികളൊക്കെ നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റ് പ്രൈസിൽ ഇപ്രാവശ്യം തരാൻ പറ്റുന്ന വണ്ടികളുമാണ്. അപ്പോൾ എന്തായാലും ബ്രോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ എന്തായാലും നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ മാവൂർ റോഡിൽ അല്ലേ, വെള്ളിവർമ്മ, അതായത് നമ്മുടെ മീഡിയ വണ്ടി തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ക്ലബ്സി എന്ന് പറഞ്ഞ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. എന്ത് കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ബ്രോനെ കോൺടാക്ട് ചെയ്താൽ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ വരിക, വന്ന് വണ്ടികളൊക്കെ കാണുക, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവന്നും തരും. എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലേ? വാറണ്ടി മുതൽ എല്ലാവിധ സംഗതികളും അതും ചെയ്തു തരും. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ഒരു ഇൻട്രോ എടുക്കട്ടെ.